പിന്നെ സാൽമൺ കുറച്ചും അതിൻ്റെ മുള്ളും കൂടെ വാങ്ങിച്ചിട്ട്, മുള്ളാണ് കൂടുതൽ, സാൽമണിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് കഴുകിയെടുത്ത് ഇത് കഴുകും തോറും പാല് പോലെ വന്നുകൊണ്ടേയിരിക്കും. അത് കാരണം നന്നായിട്ട് കഴുകി അതിൻ്റെ നെയ്യൊക്കെ കുറച്ച് അങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 ചെറിയ തക്കാളി, സവാള, ചുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം, പിന്നെ കറിവേപ്പില, എന്താ 2-3 പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി ഇതാ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇച്ചിരി ഉപ്പും ചേർത്ത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ആ സമയത്ത് നമുക്ക് 3 സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഉലുവാപ്പൊടി, ഇതൊക്കെ ഇട്ടൊന്ന് ഇച്ചിരി വെള്ളത്തിയിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കുക. ശേഷം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കരിയാപ്പിലയിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മളിതാ ചൂടൊക്കെ മാറിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ചേർക്കുക. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് ഇച്ചിരി വെള്ളവും ഇച്ചിരി നമ്മുടെ പുളിയും വെള്ളവും പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ചാറ് ഒരു ഇച്ചിരി കുറുകി കഴിയുമ്പോഴത്തേന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കുക.